ഹലോ. സോ ഇമ്പോസിബിൾ ടു പോസിബിൾ സീരീസിലെ ഹെയർ ഫോളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, പംകിൻ സീഡ്സ്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സ്, വെളുത്ത മുന്തിരി, കറുത്ത മുന്തിരി, ബാദാം, വാൾനട്ട്, ഇതൊക്കെ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാൻ വേണ്ടി നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു അല്ലേ. ആക്ച്വലി ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഗട്ട് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവാനും അതിന്റെ കറക്റ്റ് ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ലതായിരിക്കണം. സോ ആദ്യം നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ കുറേ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടതൊക്കെ ഇങ്ങനെ കഴിച്ച് വയറ് നമ്മൾ ചീത്തയായി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങൾ ഓൾറെഡി നല്ല ഫുഡാണ് കഴിക്കുന്നെങ്കിൽ ഓക്കെ, എന്നാൽ പോലും 6 മാസത്തിൽ ഒരിക്കൽ വയറ് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത കാര്യമാണ് കേട്ടോ. സോ ഞാൻ കഴിച്ചത് SB ടാബ്ലറ്റ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിലുള്ള എല്ലാം വെള്ളം അടക്കം ക്ലീൻ ആയി പോകും. രാത്രി ഉറങ്ങുമ്പോൾ കഴിക്കുക, രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് മൊത്തമായിട്ട് ക്ലീൻ ആയി പോകും. സോ അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗുണങ്ങൾ യഥാർത്ഥമായിട്ട് അബ്സോർബ് ആയി തുടങ്ങും എന്നതാണ്. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താൽ പോലും എല്ലാം ഒരാഴ്ച കൊണ്ട് നമുക്ക് റിസൾട്ട് കണ്ടുവരില്ല. ഈവൻ എനിക്ക് കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. കാരണം ഇതൊക്കെ ഞാൻ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് നന്നായിട്ട് റിസൾട്ട് വന്നായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ തെറ്റിച്ചപ്പോൾ എനിക്ക് വീണ്ടും മുടി നന്നായിട്ട് കൊഴിയാണ്. സോ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് വന്നതും കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ദയവേത് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. സോ നെക്സ്റ്റ് ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.